ഇനി നമുക്ക് 11th ക്വസ്റ്റ്യൻ ആണ്. എ certain number of boys contributed equally to collect rupees 240. A certain number of boys contributed equally to collect rupees 240. Had there been 4 boys more. Had there been 4 boys more to collect the same money, had there been 4 boys more to collect the same money, the contribution of each would have, had there been 4 boys more to collect the same money, the contribution of each would have decreased by rupees 10. Had there been 4 boys more to collect the same money, the contribution of each would have decreased by rupees 10. Had there been 4 boys more to collect the same money, the contribution of each would have decreased by rupees 10. Calculate the original number of boys. Calculate the original number of boys. Calculate the original number of boys. അപ്പം ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയേ. പറയുന്നത് എന്താണ്? കുറേ ബോയ്സ് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളതിനെ എക്സ് എന്ന് വിളിച്ചു. അവരെല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് എത്രയാണ്? 240 കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഒരാൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? 240/x കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പറയുന്നത് 4 ബോയ്സും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ, 4 ബോയ്സും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അവരും ഈ സെയിം മണി കോൺട്രിബ്യൂട്ട് ചെയ്യുക. അവരും നമുക്ക് 240 കോൺട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. 4 ബോയ്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവർ 4 x+4 ആണ് ഈ മണി കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരാൾക്കുള്ള ഷെയർ എന്ന് പറഞ്ഞാൽ 10 കുറവായിരിക്കും. അപ്പോൾ ആദ്യത്തേതിൻ്റെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 240/x. രണ്ടാമത്തേതിൻ്റെ ആണെങ്കിലോ 240/x+4. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് 10 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ബോയ്സ് ഉണ്ടായിരുന്നപ്പോഴത്തെ കോൺട്രിബ്യൂഷൻ 240 ആണ്. അപ്പോൾ ഒരാളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? മൊത്തം എക്സ് ആൾക്കാരുണ്ട്, അവർ 240 റുപ്പീസ് എല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈക്വലി ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 240/x ആണ് ഒരാൾക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇനി 4 പേരും കൂടെ വന്നു. അപ്പോൾ x+4 ആൾക്കാരും കൂടെ ചേർന്നാണ് 240. അപ്പോൾ ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 240/x+4 ആണ്. അപ്പോൾ അത് കുറച്ചും കൂടെ കുറയും, കാരണം വലിയൊരു നമ്പർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് 10 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഏകദേശം ഐഡിയ കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Let the original number of boys be x. Let the original number of boys be x. അടുത്ത ലൈനിൽ x boys contributed rupees 240. X boys contributed rupees 240. Therefore, one boy contributed 240/x. ഇതാണ് ആദ്യത്തെ കേസ്. In the second case, number of boys is equal to 4 എണ്ണം കൂടെ കൂടി, അപ്പോൾ x+4. The second case, number of boys is equal to x+4. x+4 boys contributed 240. One boy contributed 240/x+4. ഇവിടെ x+4 ആൾക്കാരാണ് ഈ 240 റുപ്പീസ് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം അവിടെ ഒരു സെക്കൻഡ് കേസിൽ ഒരു ബോയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 240/x+4. Given the difference is rupees 10. Difference in the contribution is rupees 10. Given the difference in contribution is rupees 10. That is
240 by x minus 240 by x plus 4 is equal to 10. നമുക്ക് എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യണം. 240 ഇൻറ്റു എക്സ് പ്ലസ് 4 മൈനസ് 240 എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 10 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്ത് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് തന്നെ ചെയ്തത് കറക്റ്റാണോ എന്ന് നോക്കിയാൽ മതി. അപ്പം നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പം 240 എക്സ് പ്ലസ് 240 ഇൻറ്റു 4 ആണ്. 24 ഇൻറ്റു 4 96 ആണ്. അപ്പോൾ അത് 960 മൈനസ് 240 എക്സ് ഡിനോമിനേറ്ററിൽ എത്ര വരും? എക്സ് സ്ക്വയർ പ്ലസ് 4x ഈക്വൽ ടു 10. ഇതല്ലേ 240 എക്സ് പ്ലസ് 960 മൈനസ് 240 എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x ഈക്വൽ ടു 10. 240 എക്സ് പോവും. 960 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x ഈക്വൽ ടു 10 എന്ന് വരും. നമുക്ക് ഒരു 10 വെച്ച് രണ്ട് സൈഡിലും നമുക്ക് ഈ 10 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. 960 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4x. 10 ക്യാൻസൽ ചെയ്ത് പോകുമ്പം 96 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 4x 96ന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. മൈനസ് 96 ഈക്വൽ ടു 0 എന്ന് വരും. എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 96 ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു മൈനസ് ബി മൈനസ് 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 96 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ഈക്വൽ ടു മൈനസ് 4 പ്ലസ് ഓർ മൈനസ് ഇത് മൈനസ് 96 ആണ്. 16 പ്ലസ് മൈനസ് 4 ഇൻറ്റു 1 മൈനസ് 4 മൈനസ് 4 ഇൻറ്റു 96 എന്ന് പറയുമ്പോൾ 96 ഇൻറ്റു 4 384 ഡിവൈഡഡ് ബൈ 2 മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. അപ്പോൾ 16 പ്ലസ് 384 എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 400 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 4 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 400 ഡിവൈഡഡ് ബൈ 2. ഇനി 400ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 20 ആണ്. അപ്പം മൈനസ് 4 പ്ലസ് ഓർ മൈനസ് 20 ബൈ 2. അപ്പം മൈനസ് 4 പ്ലസ് 20 എന്ന് പറയുമ്പം 60 ബൈ 2 മൈനസ് 24 ബൈ 2. അപ്പോൾ എത്രയാണ്? 8 മൈനസ് 12. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോയ്സിൻ്റെ എണ്ണമാണ്. അപ്പോൾ അതിന് നെഗറ്റീവ് ആകാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോയ്സ് ആയിട്ട് എടുത്തേക്കുന്നത്. ദെർഫോർ നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു 8. കാരണം മൈനസ് 12 വരാൻ പറ്റിയത് എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് 8ഉം മൈനസ് 12 ആണ്. പക്ഷേ നെഗറ്റീവ് നമ്പർ വരാൻ പറ്റിയത്. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് എന്നുള്ളത് 8 ആയിരിക്കും. നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഇനി 12th ക്വസ്റ്റ്യൻ. An express train makes a run of 240 kilometer. An express train makes a run of 240 kilometer at a certain speed. An express train makes a run of 240 kilometer at a certain speed. Another train, whose speed is 12 km per hour less than the first train. Whose speed is 12 km per hour less than the first train, another train whose speed is 12 km per hour less than the first train takes an hour longer to make the same trip. Takes an hour longer to make the same trip. And the train whose speed is 12 km per hour less than the first train takes an hour longer to make the same trip. Find the speed of the train. Find the speed of the train. Find the speed of the train. Question ഒന്നും കൂടെ വായിച്ചു നോക്കിയേ. An express train makes a run of 240 km. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 240 km ആണ്. At a certain speed.
Another train whose speed is 12 km per hour less than the first train takes an hour longer to make the same trip. Find the speed of the train. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് പോവാം. Given distance is equal to 240 km. Given total distance is equal to 240 km. Distance is equal to 240 km. അപ്പോൾ നമുക്ക് എക്സ്പ്രസ് ട്രെയിനിൻ്റെ സ്പീഡാണ് വേണ്ടത്. അത് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ലെറ്റ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ബി ലെറ്റ് ദ സ്പീഡ് ഓഫ് ദി എക്സ്പ്രസ് ട്രെയിൻ ബി എക്സ് കിലോമീറ്റർ പെർ അവർ. കാരണം നമുക്ക് തന്നിരിക്കുന്നത് കിലോമീറ്ററിലുമാണ്, പിന്നെ സമയം പറഞ്ഞിരിക്കുന്നത് അവ തമ്മിലുള്ള ഡിഫറൻസ്, രണ്ട് ട്രെയിനും തമ്മിലുള്ള ഡിഫറൻസ് 1 hour ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് കിലോമീറ്റർ പെർ അവർ എന്ന് വേണം എടുക്കാം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 240 കിലോമീറ്റർ. ആൻസർ ചെയ്തേ total distance here is 240 km. Let the speed of the express train be x km per hour. Then the speed of the second train will be x minus 12 km per hour. 12 km per hour കുറവാണെന്നല്ലേ പറഞ്ഞേ? ആദ്യത്തെ ട്രെയിനേക്കാളും രണ്ടാമത്തെ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 12 km per hour കുറവാണ്. അപ്പം എക്സ് കിലോമീറ്റർ പെർ അവറിലാണ് ഫസ്റ്റ് ട്രെയിൻ പോകുന്നത്. സെക്കൻഡ് ട്രെയിനിൻ്റെ സ്പീഡ് എക്സ് മൈനസ് 12 km per hour ആണ്. വി നോ ദാറ്റ് എഴുതണം. ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതാണ്, എക്സാമിന് ഇങ്ങനെ എഴുതി വെച്ചാക്കല്ലേ. വി നോ ദാറ്റ് ടൈം ഈസ് ഈക്വൽ ടു, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടാണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് അല്ലേ? ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ടൈം ടേക്കൺ ബൈ ദ എക്സ്പ്രസ് ട്രെയിൻ ഈസ് ഈക്വൽ ടു, എക്സ്പ്രസ് ട്രെയിന് 240 ആണ് കിലോമീറ്റർ, സ്പീഡ് എക്സ് ആണ്. അപ്പോൾ 240 ബൈ എക്സ്. ടൈം ടേക്കൺ ബൈ ദ എക്സ്പ്രസ് ട്രെയിൻ എന്ന് പറയുന്നത് 240 ബൈ എക്സ്. അടുത്തത് ടൈം ടേക്കൺ ബൈ ദ സെക്കൻഡ് ട്രെയിൻ. ടൈം ടേക്കൺ ബൈ ദി സെക്കൻഡ് ട്രെയിൻ. ടൈം ടേക്കൺ ബൈ ദ സെക്കൻഡ് ട്രെയിൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് സെയിം ആണ്, സ്പീഡ് കുറവാണ്, എക്സ് മൈനസ് 12 ഉള്ളൂ സ്പീഡ്. അപ്പോൾ ഫസ്റ്റ് ട്രെയിനിൻ്റെ 240 ബൈ എക്സ്, രണ്ടാമത്തേൻ്റെ സമയം 240 ബൈ എക്സ് മൈനസ് 12. അപ്പോൾ ഈ ഇവിടെ സ്പീഡ് കുറവായതുകൊണ്ട് ഇതിന് ടൈം കൂടുതലായിരിക്കും. ഗിവൺ ദാറ്റ് സെക്കൻഡ് ട്രെയിൻ ടേക്സ് 1 hour മോർ ദാൻ ദി ഫസ്റ്റ് ട്രെയിൻ. ഇതന്നെ ഗിവൺ ദാറ്റ് സെക്കൻഡ് ട്രെയിൻ ടേക്സ് 1 hour given that second train takes 1 hour more than the first train. That is first train x, second train 240 by x minus 12 minus 240 by x equal to 1. Given that second train takes 1 hour more than the first train. അപ്പോൾ ഈ ഡിഫറൻസ് 1 ആണ്. സെക്കൻഡ് ട്രെയിനിൻ്റെ ടൈം ഇത്, ഫസ്റ്റ് ട്രെയിനിൻ്റെ ടൈം ഇത്. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ഇനി എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. 240x മൈനസ് 240 ഇൻറ്റു എക്സ് മൈനസ് 12 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 12 ഈക്വൽ ടു 1 എന്ന് വരും. 240x മൈനസ് 240x പ്ലസ് 12 ഇൻറ്റു 240, 24 ഇൻറ്റു 12 നമ്മൾ ചെയ്താൽ 288. മൈനസും മൈനസും പ്ലസ് വരും. അപ്പം 2880 എന്ന് വരും. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 12x ഈക്വൽ ടു 1. അപ്പോൾ ഈ 240 പോകും. അപ്പോൾ 2880 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 12x ഈക്വൽ ടു 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2880 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 12x.
അപ്പോൾ എന്ത് കിട്ടി? എക്സ് സ്ക്വയർ മൈനസ് 12x മൈനസ് 2880 ഈസ് ഈക്വൽ ടു 0. ഇത് വേണം നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ വേണം നമ്മൾ സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫോർമുല വെച്ചിട്ട് ചെയ്താൽ മതി. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുമ്പോൾ 12 പ്ലസ് ഓർ മൈനസ് 12 സ്ക്വയർ 144 മൈനസ് 4 ഇൻറ്റു A1 ആണ്, സി 2880 മൈനസ് 2880 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. 12 പ്ലസ് ഓർ മൈനസ് 144 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 2 മൈനസ് 2880 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1. 2 ഇൻറ്റു 1 അപ്പം 12 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 144 പ്ലസ് വരും, 2 മൈനസ് ആയതുകൊണ്ട് പ്ലസ് വരും, 4 ഇൻറ്റു 2880 ഡിവൈഡഡ് ബൈ 2. അപ്പം 12 പ്ലസ് ഓർ മൈനസ് കാൽക്കുലേറ്റർ ചെയ്താൽ മതി 11664 വരും ഡിവൈഡഡ് ബൈ 2. അപ്പം 12 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് എടുക്കാം 108 ഡിവൈഡഡ് ബൈ 2. നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ 12 പ്ലസ് 108 എന്ന് പറയുമ്പം 120 ബൈ 2. 12 മൈനസ് 108 എന്ന് പറയുമ്പോൾ മൈനസ് 96 ബൈ 2. അപ്പോൾ 120 ബൈ 2 എന്ന് പറയുമ്പോൾ 60 മൈനസ് 48. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 60 അല്ലെങ്കിൽ മൈനസ് 48 എന്ന് കിട്ടി. ഇവിടെ മൈനസ് 48 നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് വരില്ല. ദെർഫോർ സ്പീഡ് ഓഫ് ദി എക്സ്പ്രസ് ട്രെയിൻ ഈസ് സ്പീഡ് ഓഫ് ദി, നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം വാല്യൂ ചൂസ് ചെയ്യാനായിട്ട്. സ്പീഡ് ഓഫ് ദി എക്സ്പ്രസ് ട്രെയിൻ ഈസ് ഈക്വൽ ടു 60 km/h. ഇതായിരുന്നു നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് ഓഫ് ദി എക്സ്പ്രസ് ട്രെയിൻ ഈസ് 60 km/h എന്ന് കിട്ടും. ഇനി നമുക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തരാം. അപ്പോൾ നമ്മൾ 12 ക്വസ്റ്റ്യൻസ് ചെയ്തു. 30th ക്വസ്റ്റ്യൻ ഇനിയുള്ളത് ഹോംവർക്കാണ്. 30th question. Find two positive numbers. Find two positive numbers which have a difference of 5. Which have a difference of 5 and whose product is 84. Find two positive numbers എന്ന് പറഞ്ഞിട്ടുണ്ട്. Find two positive numbers which have a difference of 5 and whose product is 84. അപ്പോൾ നമ്മൾ ഞാൻ ജസ്റ്റ് മെത്തേഡ് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. നമ്പേഴ്സ് എക്സും എക്സ് പ്ലസ് 5 ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ എക്സ് മൈനസ് 5 എങ്ങനെ എടുത്താലും പ്രശ്നമില്ല. എക്സും എക്സ് പ്ലസ് 5 ആയിട്ട് എടുക്കുക. അപ്പോൾ തന്നേക്കുന്നത് എന്താണ്? അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് 5. അപ്പോൾ എക്സും എക്സ് പ്ലസ് 5 അല്ലെങ്കിൽ എക്സും എക്സ് മൈനസ് 5 എടുക്കണം. എക്സും എക്സ് പ്ലസ് 5 കൂടെ എടുക്കുമ്പം 84 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസറായി. അപ്പം നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. Find two consecutive even natural numbers whose product is 168. Find two consecutive even natural numbers whose product is 168. അപ്പോൾ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് അവ തമ്മിലുള്ള ഡിഫറൻസ് 2 ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സും എക്സ് പ്ലസ് 2 ആയിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 168. അപ്പം കോൺസിക്യൂട്ടീവ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ഇവിടെ എടുക്കേണ്ട കാര്യമുള്ളൂ. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആവാൻ പോസിറ്റീവ് ഈവൻ നമ്പേഴ്സേ വരത്തുള്ളൂ. അപ്പോൾ എക്സും എക്സ് പ്ലസ് 2 അല്ലെങ്കിൽ എക്സും എക്സ് മൈനസ് 2 എടുക്കാം. അപ്പോൾ എക്സും എക്സ് പ്ലസ് 2 കൂടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 168 വരുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ള എക്സ് വാല്യൂ, പിന്നെ അതിൻ്റെ കൂടെയുള്ള എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് 2 കൂടെ കാണുക. അപ്പോൾ ആൻസർ നമ്മൾ എന്താ വേണ്ടത്? ഈ കേസിലാണെങ്കിൽ എക്സും എക്സ് പോസിറ്റീവ് ആയിട്ടുള്ള എക്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എക്സും എക്സ് പ്ലസ് 2. ഇവിടെയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എക്സും എക്സ് പ്ലസ് 5. അപ്പോൾ നമ്മൾ എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ഓരോന്നിൻ്റെ അകത്തും നമ്മളോട് ചോദിച്ചേക്കുന്ന നമ്പറും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. 15th question. Two natural numbers differ by 4 and the sum of their squares is 58. Two natural numbers, അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്നുള്ളത് ഓർത്തോണം. ഡിഫർ ബൈ 4 and the sum of their squares is 58. Sum of their squares is 58. Find the numbers. എക്സും എക്സ് പ്ലസ് 4 ആയിട്ട് എടുക്കുകയാണെങ്കിൽ
എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 58 എന്നാണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിലൊരു വാല്യൂ കിട്ടും. ആ എക്സിൻ്റെ അകത്തെ പോസിറ്റീവായിട്ടുള്ളത് നമ്മൾ എടുക്കണം. മറ്റേ നമ്പർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4. ഒരു നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ മറ്റേ നമ്പർ എന്തായിരിക്കും? എക്സ് പ്ലസ് 4 ആയിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചോണം. ആൻസർ ചെയ്തപ്പം എക്സ് അല്ല കണ്ടുപിടിക്കേണ്ടത്, എക്സും എക്സ് പ്ലസ് 4ഉം ആണ്. അപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള നമ്പർ വേണം ചൂസ് ചെയ്യാനായിട്ട്. 16th question. Find two consecutive whole numbers whose product is 72. അപ്പം കോൺസിക്യൂട്ടീവ് ഹോൾ നമ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ എക്സും എക്സ് പ്ലസ് 1ഉം 72 എന്ന് എടുക്കുക. ഇവിടെ നോൺ നെഗറ്റീവ് നമ്പറെ യൂസ് ചെയ്യാൻ പറ്റും. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0, 1, 2, 3 തൊട്ടുള്ളതേ വരത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ എക്സ് ആയിട്ട് എടുത്താൽ കോൺസിക്യൂട്ടീവ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എക്സും എക്സ് പ്ലസ് 1ഉം. അപ്പോൾ അത് പ്രൊഡക്റ്റ് എടുക്കുമ്പം 72. അപ്പോൾ നമ്മൾ എക്സിലെ വാല്യൂസ് കണ്ടുപിടിക്കുമ്പം പോസിറ്റീവായിട്ടുള്ളത് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അത് ചൂസ് ചെയ്താൽ അതിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും. അപ്പോൾ എക്സും എക്സ് പ്ലസ് 1ഉം ആണ് നമുക്ക് വേണ്ട നമ്പർ എന്നുള്ളത് ഓർത്തോണം. ആൻസർ കണ്ടുപിടിക്കുമ്പോൾ എക്സ് അല്ല വേണ്ടത്, എക്സും എക്സ് പ്ലസ് 1ഉം ആണ് നമ്മൾ പറയേണ്ടത്. 17th question. Find two consecutive whole numbers the difference of whose reciprocal is 1/12. The difference of the reciprocal is 1/12. അപ്പോൾ നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് ഹോൾ നമ്പേഴ്സ് ആയതുകൊണ്ട് എക്സും എക്സ് പ്ലസ് 1ഉം എടുക്കണം. എന്നിട്ട് പറഞ്ഞേക്കുന്നത് എന്താണ്? അവ തമ്മിൽ റെസിപ്രോക്കലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞത്, സം അല്ല, ഡിഫറൻസ് ആണ്. അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് 1/x ആണോ 1/x പ്ലസ് 1 ആണോ വലുത്? 1/x ആ വലുത്. കാരണം റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എക്സും എക്സ് പ്ലസ് 1ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1 ആണ് വലുത്. പക്ഷേ റെസിപ്രോക്കൽ എടുക്കുമ്പം എക്സ് ആണ് വലുത്. അപ്പോൾ 1/x മൈനസ് 1/x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1/12. അത് നിങ്ങൾക്ക് ഇത്രേ വേണ്ടുള്ളൂ. നമ്മൾ 10ഉം 20യും കൂടെ കമ്പയർ ചെയ്താൽ 20 വലുത്. പക്ഷേ 1/10ഉം 1/20, ഇവിടെ 10 ലെസ് ദാൻ 20 ആണ്. 1/10ഉം 1/20യും കൂടെ നോക്കുമ്പോൾ ഇത് 0.1ഉം 1/20 എന്ന് പറയുന്നത് അത് 0.05, ഇത് 0.2, ഇത് 0.05 വരുള്ളൂ. അപ്പം നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് ലെസ് ദാൻ എക്സ് പ്ലസ് 1 ആണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/x ആയിരിക്കും അപ്പോൾ വലുത് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് എക്സും എക്സ് പ്ലസ് 1ഉം ആയിട്ട് എടുക്കുക. അവിടെ റെസിപ്രോക്കൽ തമ്മിലുള്ള ഡിഫറൻസ് 1/12. അപ്പോൾ 1/x മൈനസ് 1/x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1/12 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. 18th question. Divide 8 into 2 parts such that sum of their squares is 34. Divide 8 into 2 parts such that sum of their squares is 34. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ്. എക്സും 8 - എക്സും ആയിട്ട് നമ്പേഴ്സ് എടുക്കുക. അതിൻ്റെ സ്ക്വയറുകൾ ആഡ് ചെയ്യുമ്പം നമുക്ക് 34 കിട്ടണം. ഇത് സോൾവ് ചെയ്യുക. അപ്പോൾ നമ്പേഴ്സ് 8ൻ്റെ 2 നമ്പറുകളായി. അപ്പോൾ പോസിറ്റീവായിട്ടുള്ളത് നമ്മൾ എടുക്കാവുള്ളൂ. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സും 8 - എക്സും ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 8th question തൊട്ട് 12th question വരെ സോൾവ് ഔട്ട് ചെയ്തു. പിന്നെ 13th question തൊട്ട് 18th question തൊട്ട് വരെ ഹോംവർക്ക്. ഇത്രയും ഇന്ന് നോട്ട്സ് സബ്മിറ്റ് ചെയ്യാം.